ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ജെസിമോളും അമ്മാവൻ അലോഷ്യസുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. അറസ്റ്റിലായ പിതാവ് ജോസ്മോനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തത്. മറ്റു കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ചാണ് മകളെ കഴുത്തുഞെരിച്ച് കൊന്നതെന്നാണ് പോലീസിന് പിതാവ് നൽകിയ മൊഴി. ജാസ്മിനെ കൊലപ്പെടുത്തിയത് രാത്രി വൈകിയെത്തിയതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നെന്നും പ്രതി മൊഴി നൽകിയിരുന്നു. ഇരുവരും തമ്മിൽ വഴക്കു നടക്കുമ്പോൾ മുറിയിലുണ്ടായിരുന്ന അമ്മ ജെസിമോൾ ഏഞ്ചലിന്റെ കൈ പിടിച്ചു വച്ചതായും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. ഏഞ്ചലിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം വീട്ടിൽ ഉണ്ടായിരുന്നിട്ടും മരണവിവരം ആരും പുറത്തു പറഞ്ഞില്ല. മകളുടെ മരണം ജീവനൊടുക്കിയതെന്ന് വരുത്തി തീർക്കാനായിരുന്നു കുടുംബത്തിന്റെ ശ്രമം. എന്നാൽ മരണം സ്ഥിരീകരിച്ച ഡോക്ടർമാർക്ക് തോന്നിയ സംശയമാണ് കേസിന് വഴിത്തിരിവായത്. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ മകളെ താൻ കൊലപ്പെടുത്തിയെന്ന് ജോസ്മോൻ വെളിപ്പെടുത്തുകയായിരുന്നു. ഒന്നാം പ്രതി ജോസ്മോനുമായി വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച തോർത്ത് കണ്ടെത്തി. വീടിനോട് ചേർന്നുള്ള ഷെഡിന് മുകളിൽ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു തോർത്ത്. കൊലപാതക വിവരം അറിഞ്ഞ ജെസിമോളുടെ സഹോദരൻ അലോഷ്യസിനെയും കേസിൽ പ്രതി ചേർത്തേക്കും. കൊലപാതക വിവരം മറച്ചുവച്ചതിനാണ് കേസെടുക്കുക. കസ്റ്റഡിയിലുള്ളവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ബുധനാഴ്ച രാവിലെ വീട്ടുകാരുടെ ബഹളം കേട്ട് ഓടിയെത്തിയ അയൽക്കാരാണ് ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന ഏഞ്ചൽ കുറച്ചു നാളുകളായി ഓമനപ്പുഴയിലെ വീട്ടിലാണ് താമസിച്ചു വരുന്നത്. സീ മലയാളം ന്യൂസ്, ആലപ്പുഴ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.